വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യം. വിശുദ്ധ മർക്കോസ് 2:18 മുതൽ. യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാൻ്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറയത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴന്മാർക്ക് ഉപവസിക്കുവാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിക്കുവാൻ കഴിയുകയും ഇല്ല. എന്നാൽ മണവാളൻ അവരെ വിട്ട് പിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, ദൈവജനം ഉപവസിക്കേണ്ടതായിട്ട് ഉണ്ട്. ഒരു വലിയ ആശങ്കയാണ്. ഉപവാസത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ പഠനങ്ങളുണ്ട് എങ്കിലും ഈ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യാത്ര ചെയ്യുന്ന ക്രിസ്തു മത വിശ്വാസികൾ അവർ യഥാർത്ഥത്തിൽ ഉപവസിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നും പരീശന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, ഞങ്ങളൊക്കെ ഉപവസിക്കേണ്ട, ഞങ്ങളും ഞങ്ങളുടെ ശിഷ്യന്മാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉപവസിക്കുകയാണ്. നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? ന്യായമായൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഞങ്ങളെപ്പോലെ അവർ ഉപവസിക്കുന്നില്ല? യേശു അവർക്ക് കൊടുത്ത ഒരു മറുപടിയാണ്, മണവാളൻ ഉള്ളപ്പോഴും ഉപവസിക്കേണ്ട ആവശ്യകതയില്ല. എന്നാൽ ഈ മണവാളൻ ഇവരെ വിട്ടേച്ച് കടന്നു പോകുന്ന ഒരു ദിവസം വരും, ആ കാലത്ത് അവർ ഉപവസിക്കേണ്ടത് ആണ്. അപ്പോൾ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്ന, ക്രിസ്തുവിലുള്ള സാക്രമെൻ്റ്, ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന നാം ഉപവസിക്കേണ്ടതായിട്ട് ഉണ്ട്. നോമ്പ് എന്ന് പറയുന്നത് നാം അത് ആരംഭിക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, ഇതൊരു ഉപവാസ കാലഘട്ടമാണ്, ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മാത്രമാണോ നാം ഉപവസിക്കേണ്ടത്? ഈ 40 നാളുകൾ മാത്രമാണോ നമ്മുടെ ഉപവാസത്തെ പൂർത്തീകരിക്കേണ്ടത്? അതോ അതിനപ്പുറം ഉപവാസത്തിൻ്റെ അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട്? യേശുക്രിസ്തു യോഹന്നാന സ്നാനം സ്വീകരിച്ച് മരുഭൂമിയിൽ ആത്മാവ് നയിക്കുകയാണ്. ആത്മാവ് നയിക്കുന്ന പ്രകാരം മരുഭൂമിയിലെത്തി അവിടെ 40 നാൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഈ ആത്മീകമാവുന്ന ഒരു ശക്തി അനുഭവിച്ച് ആത്മീകതയിലേക്ക് യേശു മടങ്ങിപ്പോവുകയാണ്. ഈ ആത്മീകമാവുന്ന ശക്തി ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിൽ യേശു സ്വീകരിച്ചിട്ട് ആത്മീകമാവുന്ന തലത്തിലേക്ക് ശിഷ്യന്മാരെ വിളിച്ചും ശിഷ്യന്മാരെ അനുഗാമികളായിട്ട് നമ്മെ തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെടുമ്പോൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തീയ ധർമ്മത്തിൻ്റെയും ക്രിസ്തീയ ദൗത്യത്തിൻ്റെയും ആ ഒരു അനുഭവത്തിൽ ജീവിക്കപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ ഉപവാസത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് നാം ഒന്ന് ചോദിക്കേണ്ടതായിട്ട് ഉണ്ട്. മത്തായി സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 17-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രിസ്തു രൂപാന്തരപ്പെടുവാനായിട്ട് പോകുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. രൂപാന്തരം കഴിഞ്ഞ് ദൈവം ക്രിസ്തു ഈ മലമുകളൊക്കെ വിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്ന ജനവും തമ്മിൽ ചില സംവാദങ്ങൾ നടക്കുകയാണ്. അവർ പരസ്പരം ഇങ്ങനെ കലഹിക്കുകയാണ്, പരസ്പരം അവർ വാഗ്വാദങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കണേ, എന്താണ് സംഭവം? അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ചുറ്റും കൂടി നിന്ന പുരുഷാരം പറയുകയാണ്, ചന്ദ്രരോഗം പിടിക്കപ്പെട്ട ഒരു മകനെ കൊണ്ടുവന്നു, ബാലനെ കൊണ്ടുവന്നു, നിൻ്റെ ശിഷ്യന്മാർക്ക് അവർക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു വാഗ്വാദത്തിലാണ് ഈ സമൂഹവും യേശുവിൻ്റെ ശിഷ്യന്മാരും അവിടെ ആയിരിക്കുന്നത്. യേശു ആ ചന്ദ്രരോഗം പിടിക്കപ്പെട്ട മകന് സൗഖ്യം കൊടുത്തു, അവൻ്റെ ബാധ മാറ്റി അവനെയും അവൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞയച്ചിട്ട് യേശു ശിഷ്യന്മാരും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്കൊരു സംശയം ഉണ്ടാകണം, എന്തുകൊണ്ട് ഞങ്ങൾക്കത് കഴിഞ്ഞില്ല? ഞങ്ങൾ നിന്നോടുകൂടെ ആണല്ലോ, നീയാണല്ലോ ഞങ്ങളെ വിളിച്ചത്, നീയാണല്ലോ ഞങ്ങളെ നിയോഗിച്ചത്, നീയാണല്ലോ ഞങ്ങളെ തിരഞ്ഞെടുത്തത്, നീയാണല്ലോ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയത്. എന്തുകൊണ്ട് ഈ ഒരു
പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് അവിടെ അവർക്കൊരു ഉത്തരം കൊടുക്കണം. 17-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്: പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. അപ്പം നിങ്ങൾ ഉപവസിക്കേണ്ടതായിട്ടുണ്ടോ? ഉപവസിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ നോമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, ക്രിസ്തീയ ധർമ്മത്തിൻ്റെയും ക്രിസ്തീയ ദൗത്യത്തിൻ്റെയും ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ കാലഘട്ടങ്ങളിലും കൃത്യമായി ഉപവസിക്കേണ്ടതായിട്ടുണ്ട്. ഉപവസിക്കുക മാത്രമല്ല, പ്രാർത്ഥനയോടുകൂടെയുള്ള ഒരു ഉപവാസം നമുക്കുണ്ടാകണം. ഭക്ഷണങ്ങൾ വർജിക്കുക മാത്രമല്ല ഉപവാസം. ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യാദികളുണ്ട്. എന്നെ മോഹവലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഞാൻ ഈ ഉപവാസത്തിൻ്റെ അനുഭവത്തിൽ കൂടി ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഉപവാസത്തിൻ്റെ അർത്ഥപൂർണമാകുന്ന തലങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഉപവാസത്തിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധ്യമാവുക. അപ്പോൾ ഈ കാലഘട്ടം ഉപവാസത്തിൻ്റെ കാലഘട്ടമാണെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ ഉപവാസത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ നോമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല നാം ഉപവസിക്കേണ്ടത്, മറിച്ച് ജീവിതം മുഴുവനും ഉപവസിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാം ഉപവസിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉപവസിക്കേണ്ടത്? ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ ജാതി നിന്നിൽ നിന്നും ഒഴിഞ്ഞു പോകണമെങ്കിൽ, നിന്റെ ചുറ്റും നിൽക്കുന്ന തിന്മയുടെ ശക്തി നിന്നിൽ നിന്നും ഒഴിഞ്ഞു പോകണമെങ്കിൽ, നിന്നെ പിടിച്ചിരിക്കുന്ന പൈശാചിത്യം നിന്നിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ, നീ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഉപവസിക്കേണ്ടത് തിന്മ ശക്തികളെ പ്രതിരോധിച്ച് നിൽക്കുവാനായിട്ട് ഞാൻ ഉപവസിക്കണം. പൈശാചിക ശക്തികളെ പ്രതിരോധിച്ച് നിൽക്കുവാനായിട്ട് ഞാൻ ഒന്ന് ഉപവസിക്കേണ്ടതായിട്ട് ഉണ്ട്. എപ്പോഴാണ് ഈ പൈശാചിക ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നത്? തിന്മശക്തി എപ്പോഴാണ് എന്നിലേക്ക് കടന്നു വരുന്നത്? എന്നിലെ ഉപവാസം നീങ്ങിപ്പോകുമ്പോഴാണ്, എന്നിലെ പ്രാർത്ഥന മാറിപ്പോകുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സമൂഹത്തെ ഈ തിന്മശക്തി ഇങ്ങനെ പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നോമ്പ് കാലഘട്ടത്തിലാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ ചേരുവാനായിട്ടും കർത്താവിൽ ജീവിക്കുവാനായിട്ടും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ ഉൾക്കൊള്ളുമ്പോഴും ഉപേക്ഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോഴുമാണ് ഈ പൈശാചിക ശക്തി ചില പ്രേരണകൾ നൽകി എന്നെയും നിങ്ങളെയൊക്കെ ഈ തിന്മയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നത്. അവിടെയൊക്കെ ഉപവാസവും പ്രാർത്ഥനയും ശക്തമായി മുറുകെ പിടിക്കുമ്പോൾ തിന്മശക്തികളെ പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള ശക്തി ഉപവാസത്തിൽ കൂടെ നമുക്ക് കിട്ടും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കണം. ക്രിസ്തു കൂടെ ഉള്ളപ്പോഴും ക്രിസ്തു ഇല്ലാത്തപ്പോഴും അവരോടുകൂടെയുള്ള ആ ദൈവസ്നേഹത്തിൻ്റെ നിറവ് ജീവിക്കുവാനുള്ള ഉപവാസം ഒന്ന് മുറുകെ പിടിക്കുവാൻ നമുക്ക്. പഴയ നിയമവേദഭാഗത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ, പഴയ നിയമവേദഭാഗത്തിൽ ഒത്തിരിയേറെ മനുഷ്യർ ഉപവസിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ ഉപവാസത്തിനും ഈ സുവിശേഷത്തിൻ്റെ ഉപവാസത്തിന് ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. പഴയ നിയമകാലത്ത് അവർ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ ഈ ചില നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ സ്മരണാർത്ഥം ഉപവസിച്ചു എന്നാണ്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ അവിടെ ഈ ഉപവാസത്തെക്കുറിച്ച് 4 മാസം 6 മാസം 9 മാസം അങ്ങനെയുള്ള ഉപവാസത്തെക്കുറിച്ച് പറയുക. ഈ ഉപവാസത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ദൈവ ആലയത്തെ നിർമ്മിച്ചതുകൊണ്ടും ദൈവ ആലയത്തിൻ്റെ മഹത്വം മാനുഷിക ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടും ഉപവസിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അവിടെ പഠിപ്പിക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും അതിൻ്റെതായ ഉപവാസത്തിൻ്റെ ശക്തിയിൽ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് പഴയ നിയമകാലം പഠിപ്പിക്കുകയാണ്. ദാവീദ് ഉപവസിക്കുകയാണ്. ദാവീദ് എന്തിനാണ് ഉപവസിച്ചത്? ദാവീദ് ഉപവസിച്ചത് തൻ്റെ കുഞ്ഞ്, താൻ ചെയ്ത പാപത്തിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന കുഞ്ഞിന് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ദാവീദ് അവിടെ ഉപവസിച്ചത്. ആ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ ഉപവാസം അവിടെ പൂർണ്ണമാക്കുകയാണ്, പൂർത്തീകരിക്കുകയാണ്. പിന്നെ രട്ടെടുത്ത് ഇടത്തുനിന്ന് അവൻ എഴുന്നേൽക്കുകയാണ്, ചാരത്തുനിന്ന് എഴുന്നേൽക്കുകയാണ്, അവൻ നല്ല വസ്ത്രം ധരിക്കുകയാണ്, വീണ്ടും രാജ്യഭാരത്തിലെ മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഉപവസിക്കുന്ന ഒരു ഉപവാസമായി പഴയ വിഭാഗങ്ങൾ പലയിടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ, എസ്തേർ അവിടെ ഈ രാജസന്നിധിയിലേക്ക് പോകുവാനായിട്ട് മൃദുവായി പറയുന്ന സമയം എസ്തേർ ചെറിയ മടി പിടിക്കുകയാണ്. കാരണം രാജാവ് ക്ഷണിക്കാതെ രാജസന്നിധിയിൽ പോകുവാനായിട്ട് അനുവാദമില്ല. എസ്തേറിൻ്റെ പുസ്തകം വളരെ ഈ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വായിച്ച് കേൾക്കേണ്ട ഒരു പുസ്തകമാണ്.
വളരെ മനോഹരമായ ഒരു കഥാരൂപേണുള്ളൊരു പുസ്തകമാണ്. അത് ആവർത്തിച്ച് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. അവിടെ ഈ ക്രിസ്തു അല്ലെങ്കിൽ ദൈവമുള്ളൊരു ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് നിൽക്കുവാനായിട്ട് പഠിപ്പിക്കുന്ന അതിൻ്റെ ഈ നന്മകളെ കൊയ്തെടുക്കുന്ന ഒരു പുസ്തകമായ എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ എസ്തേറിനോടുകൂടെ മൊർദെഖായി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ പറയുന്ന രാജാവിനെ പോയി മുഖം കാണിക്കണം. അപ്പോൾ എസ്തേറിന് ഒരു ആശങ്ക, രാജാവ് വിളിക്കാതെ രാജാവിൻ്റെ അടുക്കൽ എങ്ങനെ പോകും? അപ്പോൾ രാജാവിൻ്റെ അടുക്കലേക്ക് പോകുക എന്ന് നിർബന്ധിക്കപ്പെടുമ്പോഴും എസ്തേർ ഒരു കൽപ്പന ഇങ്ങനെ പുറപ്പെടുവിക്കുകയാണ്. അതിൻ്റെ 4-ാം അധ്യായം, എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ എസ്തേർ പറയുന്നു, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായി മാറ്റിവെക്കണം. രാവും പകലും ദിവസം കാലം മുഴുവൻ എനിക്ക് വേണ്ടി ഉപവസിക്കണം. എന്തിനാണ്? എസ്തേർ രാജസന്നിധിയിലേക്ക് പോകണം, കാര്യം അവതരിപ്പിക്കണം, ഹാമാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണം, മൊർദെഖായിയുടെ നിഷ്കളങ്കതയെക്കുറിച്ച് പറയണം, കളങ്കമില്ലാത്ത ജീവിതത്തെക്കുറിച്ച്. ഇതാണ് ഈ എസ്തേറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുന്ന വിധത്തിൽ എസ്തേറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജാവിൻ്റെ സന്നിധിയിൽ പോകുക. അപ്പം രാജാവിൻ്റെ സന്നിധിയിൽ പോകണമെങ്കിൽ രാജാവിൻ്റെ ക്ഷണം സ്വീകരിക്കണം. ക്ഷണം സ്വീകരിച്ച് കടന്നു പോയി കഴിഞ്ഞാൽ ഈ വധശിക്ഷയ്ക്ക് രാജാവ് വിധിക്കും. അതുകൊണ്ട് എസ്തേർ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. അപ്പോൾ ഇവിടെ ഉപവസിക്കുവാനായിട്ട് എസ്തേർ ആജ്ഞ പുറപ്പെടുവിച്ചത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. രാജാവിൻ്റെ അടുക്കൽ പോകണം, കാര്യം അവതരിപ്പിക്കണം, രാജാവ് നീതി തൻ്റെ ജനത്തിന് കിട്ടണം. ആ കാര്യം സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ്തേർ ഉപവസിക്കുവാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പഴയ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ഉപവാസത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉപവസിക്കേണ്ട ആവശ്യകത കർത്താവ് പറയുകയാണ്. തിന്മ ശക്തിയിൽ നിന്നും നിനക്ക് മോചനം കിട്ടണമെങ്കിൽ, പൈശാചിക ബന്ധനങ്ങൾക്കും മോചനം എനിക്ക് കിട്ടണമെങ്കിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. നോമ്പിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവനും ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാനായിട്ടുള്ള ആലോചനയാണ് ഇന്നിൻ്റെ രാത്രി കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ ആത്മീയതയെ ജീവിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ആത്മീയത ജീവിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആത്മീയതയിൽ നിന്ന് നമ്മെ പിൻവലിക്കപ്പെടുന്ന ശത്രുവിൻ്റെ, പിശാചിൻ്റെ കൈവലയത്തിൽ നിന്നും സുരക്ഷിതം പ്രാപിക്കുവാൻ മുറുകെ പിടിക്കാം ഉപവാസവും പ്രാർത്ഥനയും. നിരന്തരം ഉപവസിക്കാം, നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവത്തോടുകൂടെയുള്ള ആഴമാവുന്ന ആ ഒരു ബന്ധത്തിൽ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ എത്തിച്ചേർന്ന് ശത്രു കരങ്ങുന്ന മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം.